കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കാമില രാജകുമാരി ആലുവ പാലസിലെത്തി. നഗരസഭയുടെ നേതൃത്വത്തിൽ രാജകുമാരിക്ക് നൽകിയത് ഹൃദ്യമായ വരവേൽപ്പ്. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായിട്ടാണ് ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരനും ഭാര്യ കാമിലയും തിങ്കളാഴ്ച കൊച്ചിയിലെത്തിയത്. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് കൊച്ചിയിലെ 2 ചടങ്ങുകൾക്ക് ശേഷം കാമില രാജകുമാരി ചരിത്രമുറങ്ങുന്ന ആലുവ പാലസിലുമെത്തി. രാജകുമാരിയെ വരവേൽക്കാൻ ആലുവ നഗരസഭയുടെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൽ വൻ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. 12 മണിയോടെ പാലസിലെത്തിയ രാജകുമാരിയെ KP ധനപാലൻ MP, അൻവർ സാദത്ത് MLA, നഗരസഭാ ചെയർമാൻ MT ജേക്കബ് എന്നിവർ ചേർന്ന് കൊട്ടാരത്തിന്റെ പൂമുഖത്ത് വരവേറ്റു. നഗരസഭാ ചെയർമാൻ MT ജേക്കബ് മുല്ലപ്പൂമാല അണിയിച്ചാണ് സ്വീകരിച്ചത്. തുടർന്ന് രാജകുമാരിയെ കൊട്ടാരത്തിനകത്തേക്ക് വിശിഷ്ടാതിഥികൾ ആനയിക്കുകയായിരുന്നു. കേരളീയ തനത് കലാരൂപമായ തിരുവാതിരക്കളിയോടെയായിരുന്നു അകത്തെ സ്വീകരണം. സെന്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച തിരുവാതിര രാജകുമാരി ഏറെ നേരം കണ്ടുനിന്ന് ആസ്വദിച്ചു. തിരുവാതിര കളിച്ച കുട്ടികളെ അഭിനന്ദിക്കാനും രാജകുമാരി മടിച്ചില്ല. അവരോടൊപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പെരിയാറിന് അഭിമുഖമായുള്ള കൊട്ടാരത്തിന്റെ പൂമുഖത്ത് രാജകുമാരിക്കായി ഓണപ്പൂക്കളം ഒരുക്കിയിരുന്നു. പൂക്കളം ഏറെ നേരം കൗതുകത്തോടെ നോക്കി നിന്നു. തുലാവർഷം പെയ്തിറങ്ങി പെരിയാറിനെ പുളകം കൊള്ളിക്കുന്ന കൗതുക കാഴ്ച കാണാനും രാജകുമാരിക്ക് കഴിഞ്ഞു. മഴയുടെ സൗന്ദര്യം ഏറെ നേരം ആസ്വദിച്ചു നിന്ന രാജകുമാരിക്ക് പെരിയാറിന്റെ മഹിമ കൗൺസിലറായ ജബി മേത്തർ വിശദീകരിച്ചു കൊടുത്തു. രാജകുമാരിയുടെ വരവോടനുബന്ധിച്ച് നഗരസഭ കുടുംബശ്രീ യൂണിറ്റുകളെ പങ്കെടുപ്പിച്ച് ഒരു നാടൻ ചന്ത തന്നെ കൊട്ടാരമുറ്റത്ത് സൃഷ്ടിച്ചിരുന്നു. പലതരം പച്ചക്കറികളും നാടൻ ഗൃഹോപകരണങ്ങളും പട്ടുസാരികളുമെല്ലാം സ്റ്റാളുകളിലായി നിരത്തിയിരുന്നെങ്കിലും രാജകുമാരി ആലുവയിൽ എത്തുന്നതിന് മുമ്പേ തുടങ്ങിയ തകർപ്പൻ മഴ എല്ലാം വെള്ളത്തിലാക്കി. കരകൗശല വസ്തുക്കളുടെയും പൗരാണിക സാമഗ്രികളുടെയും പ്രദർശനവും മുറ്റത്തുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം മഴ മൂലം രാജകുമാരിക്ക് കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് നോക്കിക്കാണാനേ കഴിഞ്ഞുള്ളൂ. കൊട്ടാരത്തിന്റെ പ്രധാന ഹാളിൽ ഒരുക്കിയിരുന്ന പ്രദർശനങ്ങൾ രാജകുമാരി ഏറെ നേരം ചുറ്റിക്കണ്ടു. ആഭരണ പ്രദർശനം രാജകുമാരിയെ വല്ലാതെ ആകർഷിച്ചു. പലതിനെക്കുറിച്ചും അവർ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. വലിയ കമ്മൽ കാതിൽ വെച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും മടിച്ചില്ല. വലിയ കല്ലുകളാൽ തീർത്ത വെളുത്ത മുത്തുമാല രാജകുമാരി കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് പോയത്. പ്രദർശനങ്ങൾ കണ്ട ശേഷം കൊട്ടാരത്തിന്റെ മുകളിൽ വിശ്രമത്തിനായി ഒരുക്കിയ മുറിയിലേക്ക് പോകുകയായിരുന്നു. 15 മിനിറ്റോളം വിശ്രമിച്ച ശേഷം യാത്ര പറയാനായി പൂമുഖത്തെത്തിയ രാജകുമാരി നന്ദിയോടെ എല്ലാവരെയും നോക്കി ചിരിച്ചു. തുടർന്ന് ആലുവ നഗരസഭയുടെ ഉപഹാരം ചെയർമാൻ MT ജേക്കബ് രാജകുമാരിക്ക് സമ്മാനിച്ചു. എല്ലാവരോടും നിറഞ്ഞ ചിരിയോടെ കൈവീശി രാജകുമാരി ആലുവ കൊട്ടാരത്തിൽ നിന്നും യാത്ര തിരിച്ചു. നഗരസഭയുടെ സ്വീകരണ ചടങ്ങുകൾക്ക് ചെയർമാൻ MT ജേക്കബ്, സെക്രട്ടറി അനൂജ, വൈസ് ചെയർപേഴ്സൺ ലിസി എബ്രഹാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈൻ, കൗൺസിലർമാരായ ലത്തീഫ് പുഴുത്തറ, സൈബി ജോളി, സീന സക്രിയ, ബിന്ദു അലക്സ്, ലിസ ജോൺസൺ, ബീബ തോമസ്, സിമ്മി ടീച്ചർ, NR സൈമൺ എന്നിവർ നേതൃത്വം നൽകി. KP ധനപാലൻ MPയും അൻവർ സാദത്ത് MLAയും ആദ്യാവസാനം സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. കൗൺസിലർ ജബി മേത്തറായിരുന്നു ചടങ്ങിലെ താരം. പാലസിലെ സന്ദർശനത്തിൽ രാജകുമാരിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് ജബി മേത്തറായിരുന്നു. വിദേശ മാധ്യമ പ്രവർത്തകരും രാജകുമാരിയുടെ വരവ് റിപ്പോർട്ട് ചെയ്യാൻ പാലസിൽ എത്തിയിരുന്നു. കേരളത്തിന്റെ പാരമ്പര്യം വിളിച്ചറിയിച്ച കണ്ണിന് കുളിർമയാകുന്ന നിറസദ്യയാണ് ആലുവ കൊട്ടാരത്തിൽ ബ്രിട്ടീഷ് രാജകുമാരിക്കായി ഒരുക്കിയിരുന്നത്. ആലുവയുടെ ചരിത്രത്തിന് ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചിട്ടാണ് ബ്രിട്ടീഷ് രാജകുമാരന്റെ ഭാര്യ കാമില കൊട്ടാരം വിട്ടത്.